അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിന്റെ വിഷമങ്ങൾ അള്ളാഹു സന്തോഷമാക്കി തരട്ടെ. നിന്റെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ. നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം നൽകട്ടെ. സൂറത്തുൽ മുസമ്മിലിൻ്റെ ബാക്കിയാശയമാണ് നാം ഇന്നിവിടെ പഠിക്കുന്നത്. 13. തൊണ്ടയിൽ കൂടുന്ന ഭക്ഷണവും വേദനാജനകവുമായ ശിക്ഷയുമുണ്ട്. 14. ഭൂമിയും പർവ്വതങ്ങളും കിടുകിട വിറക്കുകയും പർവ്വതങ്ങൾ ഒഴുകുന്ന മണൽക്കുന്ന് പോലെയാവുകയും ചെയ്യുന്ന ദിവസം, അന്നാണ് ശിക്ഷ. 15. ജനങ്ങളെ, നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു ദൂതനെ നിങ്ങളുടെ അടുത്തേക്ക് നാം അയക്കുക തന്നെ ചെയ്തിരിക്കുന്നു, ഫിർഔന്റെ അടുത്തേക്ക് നാം ദൂതനെ അയച്ചതുപോലെ. 16. എന്നിട്ട് ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചു. തന്നിമിത്തം നാം അവനെ ശക്തമായ പിടുത്തം പിടിച്ചു. 17. എന്നാൽ നിങ്ങൾ സത്യനിഷേധം സ്വീകരിക്കുകയാണെങ്കിൽ കുട്ടികളെ നിരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? 18. ആകാശം അന്ന് പൊട്ടിപ്പിളരുന്നതാകും. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. 19. ഇതൊരു ഉത്ബോധനമാകുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ തൻ്റെ നാഥങ്കിലേക്ക് ഒരു മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ. 20. താങ്കളും താങ്കളുടെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും രാത്രിയുടെ ഏതാണ്ട് 2/3 ഭാഗവും രാത്രിയുടെ 1/3 സമയവും നമസ്കരിക്കുന്നുവെന്ന് താങ്കളുടെ നാഥൻ അറിയുന്നുണ്ട്. രാത്രിയെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് ശരിക്ക് കണക്കാക്കാനാവില്ലെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചു കൊള്ളുവിൻ. അവനറിയാം നിങ്ങളിൽ രോഗികളുണ്ടായേക്കാമെന്നും വേറെ ചിലർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും തേടിക്കൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും മറ്റു ചിലർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമെന്നും. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിൽ നിന്നും സൗകര്യപ്പെട്ടത് ഓതുകയും നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിന് നല്ല നിലയിൽ കടം കൊടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ സ്വന്തത്തിനു വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്യുന്നുവെങ്കിൽ അത് കൂടുതൽ ഗുണകരമായും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ അള്ളാഹുവോട് പൊറുക്കലിനെ തേടുവിൻ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാകുന്നു.